നമ്മുടെ ഈ ലോകത്ത് എന്തെല്ലാം മനോഹരമായ കാഴ്ചകളാണുള്ളത്. അതിൽ പല കാഴ്ചകളും ഇന്ന് നമ്മുടെ മനസ്സിൽ മായാതെ കിടപ്പുണ്ട്. ഇത്തരം മനോഹരമായ കാഴ്ചകൾ നമ്മുടെ മനസ്സിന് സമ്മാനിച്ചത് നമ്മുടെ കണ്ണുകളല്ലേ. എങ്ങനെയായിരിക്കും കണ്ണ് ഇത്ര മനോഹരമായി നമുക്ക് കാഴ്ചകൾ സമ്മാനിച്ചത്? നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചെറിയ ക്ലാസ് മുതൽ കണ്ണിന്റെ പല ഭാഗങ്ങളെ പറ്റിയും കാഴ്ച എന്ന അത്ഭുതം എങ്ങനെയാണ് സാധ്യമാക്കുന്നത് എന്നതിനെ പറ്റിയും നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. അതായത് നമ്മുടെ കണ്ണിലെത്തുന്ന ഇമേജ് കണ്ണിന്റെ പല ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ച് വിഷ്വൽ പാത്ത് വഴി ബ്രെയിനിലെത്തുന്നു. അവിടെ നിന്നും കണ്ണിലേക്കുള്ള തിരിച്ചുള്ള വിഷ്വൽ ഇമ്പൾസ് എത്തുമ്പോഴാണ് കാഴ്ച അഥവാ വിഷൻ സാധ്യമാക്കുന്നത്. ഇത്തരം മനോഹരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിച്ച കണ്ണിനെ പറ്റിയും കണ്ണിന്റെ ആ പല ഭാഗങ്ങളെ പറ്റിയും അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇൻ ദിസ് വീഡിയോ വി ആർ ഡിസ്കസിംഗ് അബൌട്ട് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന കോഴ്സിനെ പറ്റിയും അതിന്റെ സാധ്യതകളെ പറ്റിയിട്ടുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി എന്താണ് ഒപ്റ്റോമെട്രി? കാഴ്ചശക്തി സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ചെങ്കണ്ണ്, തിമിരം, വെള്ളയെഴുത്ത്, ലോങ് സൈനസ്, ഷോർട്ട് സൈനസ് പോലുള്ള രോഗങ്ങളെ പറ്റിയും ഇത്തരം രോഗങ്ങൾക്കുള്ള ചികിത്സ രീതിയെ പറ്റിയും പഠിക്കുന്നതിനാണ് ഒപ്റ്റോമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ് ഒപ്റ്റോമെട്രിസ്റ്റ്? ഇത്തരം രോഗങ്ങൾ, അതായത് ഒരു രോഗി കാഴ്ചശക്തി സംബന്ധമായിട്ട് രോഗം നേരിട്ട് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന ടൈമിൽ ആ രോഗിയുടെ കണ്ണ് പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കി ഡോക്ടർ സബ്മിറ്റ് ചെയ്ത് ആ റിപ്പോർട്ട് ഡോക്ടറെ അനലൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വിഭാഗം മെഡിക്കൽ പ്രൊഫഷണൽസിന് വിളിക്കുന്ന പേരാണ് ഒപ്റ്റോമെട്രിസ്റ്റ്. നമ്മൾ കോഴ്സിനെ പറ്റിയും എല്ലാവിധ കാര്യങ്ങളും പറഞ്ഞു. ഇനി കോഴ്സിന്റെ എലിജിബിലിറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ +2 ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി എന്ന് പറയുന്ന സബ്ജക്റ്റിൽ 50% അപ്പോൾ മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഏതൊക്കെ തരം വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ ഒരു കോഴ്സ് നല്ലത്? നല്ല രീതിയിൽ ക്ഷമയുള്ള, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ മെന്റാലിറ്റി ഉള്ള, നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ പഠിക്കാനും നല്ല രീതിയിൽ കാര്യം കണ്ടറിഞ്ഞ് ഒറ്റയ്ക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്കായിരിക്കും ഈ ഒരു കോഴ്സ് നല്ലത്. ഇനി നമ്മൾ കോഴ്സിന്റെ സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനാട്ടമി, ഫിസിയോളജി, ഒക്കുലർ അനാട്ടമി, വിഷ്വൽ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് കോമൺ ആയിട്ട് പഠിക്കാനായിട്ടുണ്ടാവും. ഇതൊക്കെ MBBS സിലബസിലുള്ള കോമൺ ആയിട്ട് സബ്ജക്ട്സ് ആണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് BSc ഒപ്റ്റോമെട്രി പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എവിടെയാണ് ജോലി കാര്യങ്ങൾ ലഭിക്കുക? ഹോസ്പിറ്റൽസ്, അതുപോലത്തെ ക്ലിനിക്സ്, ഇവിടെയൊക്കെ ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഷോപ്പുകളിൽ യങ് കൺസൾട്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. കൂടാതെ വിഷൻ തെറാപ്പി എക്സ്പെർട്ട് ആയിട്ടും കോൺടാക്ട് ലെൻസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടും ഒപ്റ്റിക്കൽ ലാബ് ടെക്നീഷ്യൻ ആയിട്ടും ടീച്ചർ, അതുപോലെ തന്നെ ലെൻസ് മാനുഫാക്ചറിംഗ് കമ്പനികളിലും അങ്ങനെ ഒട്ടനവധി അവസരങ്ങൾ കാര്യങ്ങളുണ്ട്. ഇനി നമ്മൾ ഹയർ സ്റ്റഡീസിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. BSc ഒപ്റ്റോമെട്രിക്ക് ശേഷം ഹയർ സ്റ്റഡീസിന് പോകണമെന്ന് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് MSc വേണമെന്നുണ്ടെങ്കിൽ റിസർച്ച്, അക്കാഡമിക്, മാനേജ്മെന്റ്, ഇന്റർനാഷണൽ പ്രാക്ടീസ് അതുപോലുള്ള പ്രോഗ്രാംസ് ഉണ്ട്. അതുപോലെ തന്നെ MSc ഒപ്റ്റോമെട്രി, അതുപോലെ മാസ്റ്റേഴ്സ് ഓഫ് ഒപ്റ്റോമെട്രി, അതുപോലെ തന്നെ MSc ക്ലിനിക്കൽ ഒപ്റ്റോമെട്രി എന്ന് തുടങ്ങിയ നിരവധി പ്രോഗ്രാംസ് നിങ്ങൾക്ക് PG ആയിട്ടുണ്ട്. ഇനി ഒട്ടുമിക്ക വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് BSc ഒപ്റ്റോമെട്രി പഠിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ആവും, പേരിന് മുമ്പിൽ ഡോക്ടർ എന്ന് യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്, അതുപോലെ സ്വന്തമായിട്ട് ക്ലിനിക്സ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ആക്ച്വലി BSc ഒപ്റ്റോമെട്രി പഠിച്ചിറങ്ങിയ ഒരാളാണ് ഒപ്റ്റോമെട്രിസ്റ്റ് എന്നാണ് വിളിക്കുക. അപ്പോൾ ആരാണ് ഈ കണ്ണ് ഡോക്ടർ? കണ്ണ് ഡോക്ടറെ വിളിക്കുന്നത് ഒപ്റ്റോമോളജിസ്റ്റ് എന്നാണ്. അതായത് MBBS കഴിഞ്ഞ് ഐ കെയർ സ്പെഷ്യലൈസേഷൻ ചെയ്താൽ മാത്രമായിരിക്കും ഒപ്റ്റോമോളജിസ്റ്റ് ആവാൻ വേണ്ടി സാധിക്കുക, അതായത് കണ്ണ് ഡോക്ടർ ആവാൻ വേണ്ടി സാധിക്കുക. MD ഒപ്റ്റോമോളജി, അതുപോലെ തന്നെ MS ഒപ്റ്റോമോളജി എന്ന് പറയുന്ന പ്രോഗ്രാംസ് ആണ് ഇപ്പോൾ ഈ പറഞ്ഞപ്പോൾ കണ്ണ് ഡോക്ടർ ആവാൻ വേണ്ടി നിങ്ങൾ പഠിക്കേണ്ടത്. ഇനി BSc ഒപ്റ്റോമെട്രി പഠിച്ചിറങ്ങിയ സ്റ്റുഡന്റ് സ്വന്തമായിട്ട് ക്ലിനിക്സ് കയറുന്നത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സാധാരണഗതിയിൽ BSc ഒപ്റ്റോമെട്രി പഠിച്ചിറങ്ങിയ ഒരു കാൻഡിഡേറ്റ് അവർ നോർമലി ചെയ്യുന്നത് ലെൻസ് ഫിറ്റിംഗ്, ഐ ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. ഇന്ത്യയിൽ BSc ഒപ്റ്റോമെട്രി പഠിച്ചിറങ്ങിയ ഒരു ഗ്രാജുവേറ്റ് സ്വന്തമായ ക്ലിനിക്സ് കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക, പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ നല്ല രീതിയിൽ ക്ലിനിക്ക് പ്രവർത്തിച്ചു പോവാൻ ഹാൻഡ്സ് ഓൺ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, ബിസിനസ് സൈഡ്, പലതരത്തിലെ കേസ് എടുത്തുള്ള പരിചയം കാര്യങ്ങളാണ്, കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ഇതൊക്കെ ഉണ്ടെങ്കിലാണ് നല്ല രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിക്ക് ക്ലിനിക്സ് കാര്യങ്ങൾ റൺ ചെയ്തുകൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ 1 വർഷം തൊട്ട് 2 വർഷം വരെ ഹോസ്പിറ്റൽസും അതുപോലത്തെ ക്ലിനിക്സിലൊക്കെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ എന്താണ് ബെറ്റർ ആണ്. നമ്മൾ കോഴ്സിന് പറ്റിയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും ഓൾമോസ്റ്റ് കവർ ചെയ്തു. ഒരു ഭൂരിപക്ഷം വിദ്യാർത്ഥികൾക്കുള്ള സംശയമാണ് BSc ഒപ്റ്റോമെട്രി പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എത്ര സാലറി മാസം കിട്ടും എന്നുള്ളത്. ആക്ച്വലി നമുക്ക് കിട്ടുന്ന സാലറി ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ എക്സ്പീരിയൻസിന്, അതുപോലെ തന്നെ സ്പെഷ്യലൈസേഷൻ, അതുപോലെ തന്നെ ലൊക്കേഷൻ ബേസ് ചെയ്തിട്ടാണ്. ഇന്ത്യയിൽ ഒരു ഫ്രഷറിന് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് ഏകദേശം 13,000 തൊട്ട് 25,000 രൂപ വരെയും
3 വർഷം തൊട്ട് 7 വർഷം വരെ, അല്ലെങ്കിൽ 3 വർഷം തൊട്ട് 5 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് ഒരു 25,000 തൊട്ട് 50,000 രൂപ വരെയും, 7 വർഷത്തിന് മേലെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് 50,000 തൊട്ട് 75,000 രൂപയ്ക്കാണ് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ വരുന്ന സാലറി. ഇനി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, BSc ഒപ്റ്റോമെട്രിക്ക് ശേഷം അബ്രോഡ് പോയി മൈഗ്രേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് നിങ്ങളെങ്കിൽ, ഓരോ കൺട്രീസിനും അതിൻ്റെതായ ലൈസൻസിങ് രജിസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്. ഇത് കംപ്ലീറ്റ് ചെയ്ത മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അബ്രോഡ് പോയി മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഇപ്പോൾ ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ ഒക്കാൻസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ UK ആണെന്നുണ്ടെങ്കിൽ GOC വരുന്നുണ്ട്, അതുപോലെ തന്നെ കാനഡ, USA, UAE എന്ന് തുടങ്ങിയ രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ലൈസൻസിങ് രജിസ്ട്രേഷൻ കാര്യങ്ങളുണ്ട്. ഇത് പാസ്സായ മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അല്ലെങ്കിൽ ക്ലിയർ ചെയ്ത മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അബ്രോഡ് പോയി മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ ഭാവിയിൽ എത്രമാത്രം സാധ്യത ഉണ്ട്, ഡിമാൻഡ്, സ്കോപ്പ് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കാഴ്ചശക്തി സംബന്ധമായിട്ട് രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ മൊബൈൽ യൂസിങ് കൂടുതലാണ്. 5 വയസ്സുള്ള കുട്ടികൾ വരെ എന്ത് ചെയ്യുന്നുണ്ട്, സ്പെക്സ് കാര്യങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. സ്ക്രീൻ ടൈമിംഗ് കൂടുതലായതുകൊണ്ട് തന്നെ എല്ലാവർക്കും റിഫ്രാക്റ്റീവ് എറേഴ്സ് കാര്യങ്ങൾ കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടാതെ കാറ്ററാക്ട്, ഗ്ലൂക്കോമ, ലോ വിഷൻ പോലെയുള്ള ഏജ് റിലേറ്റഡ് ഐ പ്രോബ്ലംസ് കൂടി വരുന്നുണ്ട്. ഇന്ത്യയിൽ മാത്രം ജനസംഖ്യ വളർച്ച, സ്ക്രീൻ ടൈം യൂസ്, ഏജ് റിലേറ്റഡ് ഐ പ്രോബ്ലംസ് എന്നിവ കാരണം അടുത്ത 10-15 വർഷങ്ങളിൽ ഒപ്റ്റോമെട്രിസ്റ്റിന്റെ ഡിമാൻഡ് 50% വരെ ഉയരും എന്നാണ് NPCB നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നസ് പറയുന്നത്. ഇന്ത്യയിലെ കണക്ക് പ്രകാരം ഓരോ വർഷവും 7,000 തൊട്ട് 8,000 വരെ വിദ്യാർത്ഥികളാണ് BSc ഒപ്റ്റോമെട്രി പഠിച്ചിറങ്ങി ഗ്രാജുവേറ്റ് ആകുന്നത്. അത് നമ്മൾ ഗ്ലോബലി ലോകമെമ്പാടുള്ള കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 50,000-ന് മേലെ വിദ്യാർത്ഥികൾ ഒപ്റ്റോമെട്രി പഠിച്ചിറങ്ങുന്നുണ്ട്. ഇനി പ്ലേസ്മെന്റ് റേറ്റ് നമ്മൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ 6 മാസം തൊട്ട് ഒരു വർഷം വരെയുള്ള കാലയളവിൽ ഏകദേശം 80 to 95% വരെ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ്ഡ് ആകുന്നുണ്ട് ഗ്ലോബലിയുള്ള കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ എങ്ങനെയാണ് BSc ഒപ്റ്റോമെട്രിക്ക് സീറ്റ് കാര്യങ്ങൾ ലഭിക്കുക എന്നതാണ്. കേരളത്തിൽ LBC പുറത്തിറക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് സീറ്റ് കാര്യങ്ങൾ ലഭിക്കുക. കേരളത്തിൽ ഏകദേശം 16 കോളേജുകളിലാണ് BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന പ്രോഗ്രാം ഉള്ളത്. അതിൽ 2 ഗവൺമെന്റ് കോളേജും ബാക്കി 14 പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണുള്ളത്. അതിൽ 2 ഗവൺമെന്റ് കോളേജിൽ ഏകദേശം 22 സീറ്റ് വീതവും ബാക്കി പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിൽ ഏകദേശം 350ഓളം സീറ്റുകളാണ് ടോട്ടൽ ഉള്ളത്. ഇനി നമ്മൾ BSc ഒപ്റ്റോമെട്രിന്റെ ഫീസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏകദേശം 1,36,000 ടോട്ടൽ ഫീസ് BSc ഒപ്റ്റോമെട്രിക്ക് ഉള്ളത്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രൈവറ്റ് കോളേജ് നമ്മൾ നോക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷം തൊട്ട് 4 ലക്ഷം രൂപ വരെ ഇയർലി വരുന്നുണ്ട്. ഇനി കർണാടക, തമിഴ്നാട് പോലുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ പോയി പഠിക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷം തൊട്ട് 1.5 ലക്ഷം രൂപ വരെയൊക്കെ ഇയർലി ടോട്ടൽ ഉള്ളത്. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ മാക്സിമം എന്ത് ചെയ്യുക, ഏറ്റവും കുറവുള്ള ഫീസിലോട് തന്നെ നിങ്ങൾ മാക്സിമം പ്രോഗ്രാം കാര്യം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഇനി അടുത്തായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ വേണ്ടി പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മളൊരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന പ്രാധാന്യത്തിന് ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ കാണിക്കാം അല്ലേ. അപ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കോളേജിന്റെ അഫിലിയേഷൻ, ഏത് യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലാണ് ഈ ഒരു പ്രോഗ്രാം കോളേജ് പ്രൊവൈഡ് ചെയ്യണം നമ്മൾ നോക്കണം. പ്ലേസ്മെന്റ് റെക്കോർഡ്, ഫാക്കൽറ്റിയുടെ യോഗ്യത, കോളേജിന്റെ ലൊക്കേഷൻ, ഫീസ് സ്ട്രക്ചർ, ഇന്റേൺഷിപ്പ് ഫെസിലിറ്റീസ്, കോളേജ് സ്വന്തമായിട്ട് ഹോസ്പിറ്റൽ കാര്യങ്ങളുണ്ടോ, ഇനിയിപ്പോൾ അല്ലെങ്കിൽ തന്നെ ടൈപ്പ് ആണെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് ട്രെയിനിങ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു കോളേജ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിരിക്കണം. അങ്ങനെ BSc ഒപ്റ്റോമെട്രി എന്ന് പറയുന്ന കോഴ്സിന്റെ A to Z കാര്യങ്ങൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി നിങ്ങൾക്ക് കോഴ്സ് സംബന്ധമായ സംശയങ്ങളോ, കോളേജ് സംബന്ധമായ സംശയങ്ങളോ, ഏതെങ്കിലും എക്സാംസിന് പറ്റിയിട്ടോ, ഏതെങ്കിലും കോളേജിന്റെ ഫീസ് സ്ട്രക്ചറോ, സ്കോളർഷിപ്പോട് കൂടി പഠിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊരു സംശയങ്ങൾ കാര്യങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന കമന്റ് ബോക്സ് എന്ത് ചെയ്യാം, കമന്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. ലോകം മനോഹരമാകുന്നത് നമ്മൾ അതിന് കാണുമ്പോഴാണ്. ഓരോ ഒപ്റ്റോമെട്രിസ്റ്റിന് കിട്ടുന്ന ഭാഗ്യം അത് തിരികെ നൽകാനുള്ള ഭാഗ്യവുമാണ്.